നബിവാക്യം: ആരെങ്കിലും അഹങ്കാരത്തിൽ നിന്നും വഞ്ചനയിൽ നിന്നും കടബാധ്യതയിൽ നിന്നും ഒഴിവായിരിക്കെ മരണപ്പെടുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. നബി തിരുമേനി പതിവായി ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: പാപകർമ്മങ്ങളിൽ നിന്നും കടബാധ്യതയിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു: പ്രവാചകരെ, താങ്കൾ കടത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് ധാരാളമായി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നബി തിരുമേനി പറഞ്ഞു: ഒരാൾ കടബാധിതനായി കഴിഞ്ഞാൽ കൂടുതൽ സംസാരിക്കേണ്ടി വരും. അതിൽ കളവ് പറയും, വാഗ്ദാനം ചെയ്യുകയും പിന്നീട് അത് ലംഘിക്കുകയും ചെയ്യും. അത്തരം ദുരവസ്ഥയിൽ പെട്ടുപോകാതിരിക്കാനാണ് നബി അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നത്. നബി തിരുമേനിയുടെ മറ്റൊരു പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: മനോവിഷമത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ദൗർബല്യത്തിൽ നിന്നും അലസതയിൽ നിന്നും ലുബ്ധിൽ നിന്നും കടം അധികരിക്കുന്നതിൽ നിന്നും മറ്റുള്ളവരുടെ ബലപ്രയോഗത്തിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. ഐഹിക ജീവിതം നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സംവിധാനിച്ചിട്ടുള്ളത്. അഥവാ ഈ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. ചിലരെ ദൈവം സമ്പത്ത് നൽകി പരീക്ഷിക്കുന്നു, മറ്റു ചിലരെ സമ്പത്ത് നൽകാതെയും പരീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലർക്ക് അത്യാവശ്യമായിട്ട് പണം കടം വാങ്ങേണ്ടി വരും. എന്നാൽ ഒരു ദൈവവിശ്വാസി കടം വാങ്ങുമ്പോൾ അത് കൊടുത്തു വീട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമേ കടം വാങ്ങാൻ പാടുള്ളൂ. തൻ്റെ കടം എത്രയും വേഗം തിരിച്ചടക്കാനായിട്ട് പ്രയത്നിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. എങ്കിൽ അവൻ്റെ കടം വീട്ടാനായിട്ട് ദൈവം സഹായിക്കും എന്നാണ് ഈ നബിവാക്യം നമ്മെ പഠിപ്പിക്കുന്നത്.